പ്ലീസ് സ്റ്റാൻഡ്. എല്ലാവരും എണീച്ചെന്നേ പ്ലീസ്. ഇനി ഞാൻ പറയുന്നവർ മാത്രം ഇരുന്നാൽ മതി കേട്ടോ. ഈ കൂട്ടത്തിൽ മടിയന്മാർ അല്ലാത്തവരൊക്കെ ഇരുന്നോളൂ. എല്ലാവരും മടിയന്മാരാണ്. ഓക്കെ, സിസ്റ്റം ഞാൻ മനസ്സിലാക്കണം. മടി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അഥവാ ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടും നാം മനഃപൂർവ്വം അതിനെ ഉപേക്ഷിക്കുക, ചെയ്യാതിരിക്കുക എന്നുള്ള മാനസിക അവസ്ഥയാണ് എന്ത് മടി എന്നുള്ളത്. അല്ലേ? നമുക്ക് ആരോഗ്യമുണ്ട്, സമയമുണ്ട്, കഴിവുണ്ട്, എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് ചെയ്യാതിരിക്കുക. ഇന്നിപ്പോൾ ചെയ്യേണ്ട നാളാക്കാം, എനിക്കെന്താ അറിയില്ല, പഠിക്കാൻ കഴിയില്ല, പിന്നാക്കാം, അതിനൊന്ന് പരിശ്രമിക്കാൻ നോക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതൊന്നും ഇല്ല. എന്തപ്പോൾ ഞാൻ കാട്ടുക? ആ ഒരു മെൻറ്റാലിറ്റി, ഇതിനെ നമുക്ക് അതിജയിക്കണം. അത് എങ്ങനെ? അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനതിജയിക്കാനുള്ള കാരണങ്ങൾ ആദ്യം വ്യക്തമാകണം. കാരണങ്ങൾ വ്യക്തമായാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ സൊല്യൂഷൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാരണം വ്യക്തമായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലക്ഷ്യമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മടി വരുന്നത്. ഗുരുവിനോട് ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, എനിക്ക് വിജയിക്കാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, എനിക്ക് വിജയിക്കണം, അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു പറഞ്ഞു. ഗുരു ശിഷ്യനെ നദിക്കരയിലേക്ക് കൊണ്ടുപോയി നദിയുടെ അടുത്ത് നിന്ന് കഴുത്ത് പിടിച്ച് വെള്ളത്തിലേക്കാണ് മുക്കി. ഒരേ പിടുത്തം, വിട്ടില്ല, പെടയ ആര്? ശിഷ്യൻ എന്ത് ചെയ്തു? എന്നെ കൊതറി മാറി ദീർഘശ്വാസം എടുത്താണ്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, എന്ത് പണി നിങ്ങൾ കാട്ടിയേ? ഇപ്പം തന്നെ എൻ്റെ കാറ്റ് പോയിനി. പക്ഷേ ഗുരു പറഞ്ഞു, അതെ, നീ എൻ്റെ കയ്യിൽ നിന്ന് ഈ ശ്വാസമെടുക്കാൻ പ്രയത്നിച്ചതുപോലെ നിൻ്റെ വിജയത്തിലേക്ക് നീ അതിയായ ഒരു ലക്ഷ്യം വെക്കണം. ലക്ഷ്യം വെച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതിൽ ഒരു ലക്ഷ്യമുണ്ടായാൽ നമുക്ക് മടി ഉണ്ടാവില്ല, അതിന് പ്രയത്നിക്കാൻ കഴിയും. മറ്റൊന്നാണ് ഭയമുണ്ടായാൽ നമുക്ക് മടി ഉണ്ടാകും, അല്ലേ? ഇപ്പോൾ പരിപാടിക്ക് വരുമ്പോൾ ഞാൻ ഇപ്പോൾ ജയിക്കുമോ തോൽക്കുക എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ നമുക്ക് മടി ഉണ്ടാവും. ഞാൻ തോൽക്കാതിരിക്കാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് തോൽക്കാൻ ആർക്കും ഇഷ്ടമുണ്ടോ? ഇല്ല. തോൽക്കാതിരിക്കാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളാരും തോൽക്കില്ല. പക്ഷെ അത് പറ്റൂലല്ലോ, നമ്മൾ ചെയ്യണം. നാളെയുടെ പ്രതിഭകളാണ് ഞാൻ നിങ്ങളൊക്കെ, ചെയ്ത് പ്രവർത്തിക്കണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം നമ്മളെ മോശപ്പെട്ട ലൈഫ് സ്റ്റൈലാണ്. ഈ ലൈഫ് സ്റ്റൈൽ നമുക്ക് മടിയന്മാരാക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്റ്റ്, അതൊക്കെ നമ്മൾ മടിയത്തരത്തിലേക്ക് കൊണ്ടുപോകും. ഇതിനെ അതിജീവിക്കാനുള്ള കാരണങ്ങൾ, അതിജീവിക്കാൻ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചാൽ, വലിയ ലക്ഷ്യം വെക്കരുത്. വലിയ ലക്ഷ്യങ്ങൾ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പരാജയപ്പെട്ടാൽ പിന്നെ നമ്മൾ സാഡാവും. അപ്പോൾ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക, എന്നിട്ട് അതിനെ അച്ചീവ് ചെയ്യുക നമുക്കൊരു ആത്മവിശ്വാസം വരും, അല്ലേ? അപ്പോൾ നമുക്ക് തോന്നും, എന്നെ കൊണ്ട് കഴിയും, എനിക്കതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വരും. രണ്ടാമത്, നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക. ദിവസവും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. വ്യക്തമായിട്ട് സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ പ്ലാൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. മൂന്നാമത്തത്, നല്ല ഗുഡ് ഹെൽത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ഹെൽത്ത് എങ്ങനെ ഉണ്ടാകുന്നത്? മെൻ്റൽ ഹെൽത്ത് മാത്രം പോരാ, ഫിസിക്കൽ ഹെൽത്ത് വേണം. അഥവാ നല്ല ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. ഫിസിക്കൽ ഹെൽത്ത് പ്ലസ് മെൻ്റൽ ഹെൽത്ത് ഈസ് ഈക്വൽ ടു ഗുഡ് ഹെൽത്ത്. ഓക്കെ. ഈ പേടി എന്നുള്ളത് എല്ലാവർക്കും എല്ലാ ഘട്ടത്തിലും ഉണ്ടാകും. പക്ഷേ അതിനെ നമ്മൾ അനിയന്ത്രിതമായിട്ട് തുറന്നു വിടരുത്. അതിനെ നമ്മൾ പിടിച്ചു വെക്കണം. നമ്മൾ ചെറിയ സ്വപ്നങ്ങൾ കാണണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. എന്നാൽ നമുക്കെല്ലാം നേടാൻ കഴിയും. വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇന്നത്തെ എത്ര ചെറിയ സ്വപ്നങ്ങളും നാളെയുടെ പ്രതിഭാശാലിയാക്കുന്നുണ്ട്. നിങ്ങളെ പഠനവും ആത്മവിശ്വാസവും സ്വപ്നങ്ങളുമെല്ലാം കൂട്ടിവെച്ചാൽ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം, സ്വപ്നങ്ങൾ കാണണം. ഹാർഡ് വർക്ക് ചെയ്താൽ മടിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനും വിജയം നിങ്ങൾക്ക് കൈവരിക്കാനും കഴിയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ലേ? ചെറിയ ചെറിയ പ്ലാൻ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഓക്കെ. നല്ല ലൈഫ്, ഗുഡ് ലൈഫ് ക്രിയേറ്റ് ചെയ്യുക. നല്ല ഫുഡ് കഴിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, സോഷ്യൽ മീഡിയയിൽ പരമാവധി സമയം കുറക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.